ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രി മുതൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമുക്ക് വേണ്ടി പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി ദൈവനിയോഗത്താൽ ഐക്യപ്പെട്ട കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ എബി ഐരൂർ, കർത്താവിൻ്റെ ദാസൻ തക്ക സമയത്ത് എത്തിച്ചേരുവാനിടയായി. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനെയാണ് നമുക്കിന്ന് ലഭിച്ചത്. കടപ്ര ദേശത്ത് കുമ്പനാട് അവിടെ AG ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു സൺഡേ സർവീസിന് കർത്താവിൻ്റെ അഭിഷക്തൻ്റെ മകൻ ജോ തോമസ് എബ്രഹാം നമ്മുടെ മധ്യയെ ശുശ്രൂഷിച്ചതാണ്. ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ്റെ പിതാവാണ്. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അമേൻ, അമേൻ. നമുക്കറിയാം, ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു. എത്ര പേര് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരും? ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുക. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്ന പകൽക്കാലമാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ സമയവും ബഹുമാന്യ പാസ്റ്റർ ആമേൻ എബി ഐരൂർ അഭിഷക്തന് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ബഹുമാന്യരായ കർത്തവദാസന്മാർ, പാസ്റ്റർ MA വർഗീസ്, പാസ്റ്റർ തോമസ് കുട്ടി, മറ്റ് അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും കടന്നു വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവുള്ള സഭയുടെ ചില ക്വാളിറ്റികളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആത്മനിറവുള്ള ഒരു സഭയെ കണ്ടാൽ എങ്ങനെയിരിക്കും? ബൈബിൾ എന്താണ് പറയുന്നത് എന്നതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. അതിലെ പ്രധാനമായ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരു മനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവുള്ള ഒരു ദൈവസഭയുടെ ക്വാളിറ്റികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരു ക്വാളിറ്റിയാണ് ഇന്ന് പകലത്തെ സെഷനിൽ. എന്നാൽ ആമുഖമായി ചില കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട് ഇങ്ങോട്ട് ചരിത്ര പുസ്തകം.
ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം ഏകദേശം 30 വർഷം ദൈവസഭ എങ്ങനെ മുന്നേറി എന്ന് ഉള്ളതിനെക്കുറിച്ച് പലപ്പോഴും പൗലോസിൻ്റെ സഹയാത്രികനായ ലൂക്കോസ് എഴുതിയ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. സഭാചരിത്രം ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഏകദേശം 30 വർഷത്തെ ചരിത്രമാണ്. 1-ാം അധ്യായം അതിൻ്റെ 4, 5, 8 ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തവും ആത്മസ്നാനത്തിലൂടെ ലഭിക്കേണ്ട ആത്മശക്തിയെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ മുഖ്യമായി നമ്മൾ കാണുന്നത്. നമ്മൾ ആത്മനിറവിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ആത്മനിറവിൽ എന്ത് കിട്ടും? ആത്മനിറവിൻ്റെ പ്രത്യക്ഷ അടയാളം എന്താണ്? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതെന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ബൈബിൾ അനുസരിച്ച് പോകുന്നേ. അന്യഭാഷയ്ക്ക് ഞാൻ വിരോധമല്ല, ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷേ ആത്മസ്നാനത്തിൽ ലഭിക്കേണ്ടത് അന്യഭാഷ ലഭിക്കുമെന്ന് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ചോദ്യം ഇത്രയേ ഉള്ളൂ, അന്യഭാഷ പറയുന്നവർ അവകാശപ്പെടുന്നത് അവർക്ക് ആത്മശക്തി ഉണ്ടെന്ന അതെന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ലഭിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെ നമ്മൾ എംഫസിസ് കൊടുക്കാതെ ഫോക്കസ് ചെയ്യാതെ അടയാളമാണ് നമുക്ക് പ്രധാന വിഷയം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. 1-ാം അധ്യായത്തിൻ്റെ മുഖ്യ വിഷയം ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ഈ ശിഷ്യന്മാർക്ക് ആത്മാവുള്ളവരാണ്, അവരുടെ മേൽ ഊതി ആത്മാവിനെ കൊടുത്തെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയുള്ളവർ പിന്നെയും കാത്തിരിക്കണം. ആത്മസ്നാനത്തിലൂടെ അവർക്ക് ആത്മശക്തി, ദൈവം അവരെ ഏൽപ്പിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനുള്ള ഡിവൈൻ എനേബിൾമെൻറ്റ്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇവർ കാത്തിരുന്നവരുടെ മേൽ വാഗ്ദത്തമം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കുറേ ആളുകൾ അതിനെ വിമർശിച്ചു. വിമർശകരുടെ നടുവിൽ പത്രോസ് പ്രസംഗിക്കുകയാണ്. ആദ്യം അദ്ദേഹം എന്താണ് ഈ അനുഭവം എന്നുള്ളത് പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് പാരമ്പര്യ യഹൂദന്മാർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. 14-ാം വാക്യം മുതലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. 36-ാം വാക്യം വരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. പ്രസംഗത്തിൻ്റെ എഫക്റ്റാണ് 37-ാം വാക്യം. 37-ാം വാക്യത്തിൽ കേൾവിക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ പ്രസംഗത്തിൽ പാപബോധമുണ്ടായി. എതിരാളികൾക്ക് പോലും പാപബോധമുണ്ടായി. ആത്മനിറവുള്ള ദൈവസഭയുടെ പ്രസംഗത്തിൽ പാപബോധമുണ്ടായി. അങ്ങനെയൊക്കെ ആയിരുന്നു കേരളത്തിലെയും പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ വന്നവരുടെ തുടക്കം. പക്ഷെ കാലം മാറി. ഇന്ന് രസിപ്പിക്കുന്നവരും ചിരിപ്പിക്കുന്നവരുമൊക്കെ അത് കേൾക്കാൻ തന്നെ ഒരു ഇതുണ്ട്. കാലം മാറി. ഒരു സൂപ്പർഫിഷ്യൽ മേഖലയിലാണ് ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഉണർവെന്നും പറയാറുണ്ട്. ഡീപ്പ് കൺവിക്ഷൻ ഓഫ് സിൻ
പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഹോളി സ്പിരിറ്റ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തു കേന്ദ്രിതമായ മെസ്സേജാണ് പീറ്റർ പറയുന്നത്. ശരിക്കും അതൊരു എക്സ്പോസിഷണൽ മെസ്സേജാണ്. പഴയ നിയമത്തിലെ പല ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ അദ്ദേഹം ക്രിസ്തുവിനെ തെളിയിക്കുകയാണ്. അങ്ങനെ തെളിയിക്കുമ്പോൾ ആത്മാവ് കേൾവിക്കാരോട് ഇടപെടാൻ തുടങ്ങി. ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്നാണ്. എന്നിട്ട് അവരാവശ്യപ്പെടുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം. കാരണം അവരോട് അവസാനം പ്രസംഗത്തിൽ പറയുന്നത്, നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്. ദൈവം യേശുവിനെ മശിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നു, പക്ഷെ നിങ്ങൾ ആ യേശുവിനെ ക്രൂശിച്ചു. അവർക്ക് ബോധ്യമായി അവർ ചെയ്തത് കൊടിയ പാപമാണ്. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതാണ് അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം. ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുടനെ മറുപടി 38-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ 41-ാം വാക്യം പറയുന്നത്, അവന്റെ വാക്ക് കേട്ടവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഓക്കെ, 1-ാം അധ്യായത്തിൽ ആത്മദാനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം, 2-ാം അധ്യായത്തിൽ വാഗ്ദത്ത നിവൃത്തി, അതിനെ തുടർന്ന് സഭാ വളർച്ച. 3 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ആത്മനിറവുള്ള ശുശ്രൂഷകർ പ്രവർത്തിച്ചതിൻ്റെ ചരിത്രമാണ്. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ സംക്ഷിപ്തമായി. എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് സാധാരണക്കാരായ ആളുകളെ കരങ്ങളിലെടുത്ത് അവിടുന്ന് പ്രവർത്തിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിച്ച അതേ ആത്മാവ് യേശുവിൻ്റെ ആത്മീക ശരീരമാം സഭയിലൂടെ പ്രവർത്തിക്കുന്ന ചരിത്രമാണ് 3-ാമത്തെ അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ മിക്കവരും അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചവരാണെന്നൊരു ധാരണ എനിക്കുണ്ട്. എങ്കിലും അത് ഒന്ന് പഠിക്കാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു. അവിടെ നിന്നാണ് ചർച്ച എങ്ങനെയായിരിക്കണം എന്നുള്ള ദൂത് നമുക്ക് ലഭിക്കുന്നത്. 2-ാം അധ്യായം ഫോക്കസ് ചെയ്യാൻ ഞാൻ 2-ാം അധ്യായത്തിൽ 42 മുതലാണല്ലോ വായിച്ചത്. അതൊന്ന് ഫോക്കസ് ചെയ്യുമ്പോഴേ ഞാൻ വായിച്ച വാക്യത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കാത്തിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു. 5 മുതൽ 13 വരെ വ്യത്യസ്ത റിയാക്ഷനുകളാണ്. അനുകൂലിച്ച ആളുകളുണ്ട്, പ്രതികൂലിച്ച ആളുകളുണ്ട്. 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലാണ് പാരമ്പര്യ യഹൂദനോട് പത്രോസ് ശക്തമായി ആത്മനിറവിലൊരു ദൂത് പറയുന്നു. 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 37-ാം വാക്യത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളോട് കുറച്ചുകൂടെ ഇൻസ്ട്രക്ഷൻസ് പത്രോസ് കൊടുക്കുന്നു. അങ്ങനെ അവർ സ്നാനപ്പെട്ടു, അവരോട് ചേർന്നു. 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ പാസേജിലാണ് ആദ്യത്തെ പ്രാദേശിക സഭയിൽ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുന്നത്. അതിൽ ഒരു കാര്യം മാത്രമാണ് രാവിലെ പ്രധാനമായി പറയാനുള്ളത്. സമയമുണ്ടെങ്കിൽ അടുത്ത വാക്കുകളുടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. അപ്പം പെന്തക്കോസ്തിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഈ എഴുത്തുകാരൻ ലൂക്കോസ് വളരെ മനോഹരമായൊരു ചിത്രമാണ് തരുന്നത് ആത്മനിറവുള്ള സഭയുടെ. ഞാൻ പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോഴേ നമ്മളൊക്കെ ഇന്ന് ഈ
മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് ഏത് കാര്യവും പിക്ചറിൽ ഒപ്പുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാനൊരു കുടുംബത്തിൽ കയറി കൂട്ടായ്മ ആചരിച്ചിട്ട് കടന്നു വരികയാണ്. ഇറങ്ങാൻ നേരം പറഞ്ഞ് നമുക്കെല്ലാം കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ആ നിമിഷം ഫോട്ടോയിൽ ഒപ്പുകയാണ്. ഇതുപോലെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ സംക്ഷിപ്തമായി ഒരു ട്രൂ സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയിരിക്കും ആത്മനിറവുള്ള സഭ? ഇത് നമ്മൾ ഇന്നത്തെ ചർച്ചകളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് പുതിയതായി ഉടലെടുത്ത ഈ സഭയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന പ്രൈമാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ അവരെ വിശേഷിപ്പിക്കുമ്പോൾ ആ സഭ പെർഫെക്റ്റ് ചർച്ചായിരുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 5-ാം അധ്യായത്തിൽ ആ ചർച്ചിലെ ഒരു കുടുംബമാണ് അനന്യ സഫീറ. ദൈവം നേരിട്ടിടപെട്ട് ന്യായം വിധിച്ച ഒരു കുടുംബമാണ്. ഈ സഭയിലാണ് 6-ാമത്തെ അധ്യായത്തിൽ അല്പം ഞങ്ങൾ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് 2 ഗ്രൂപ്പായത്. അപ്പം ഇവർ പെർഫെക്റ്റ് ചർച്ച അല്ല എന്നത് നമുക്ക് യെരുശലേം സഭയുടെ ചരിത്രത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. പെർഫെക്റ്റ് അല്ലെങ്കിലും ദൈവം അവരിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ആത്മാവിന് വിധേയപ്പെടാതിരുന്ന സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ യെരുശലേം സഭ എന്നറിയപ്പെടുന്ന ഈ ആദ്യത്തെ പ്രാദേശിക സഭ എത്ര മനോഹരമായിരുന്നു. ആത്മാവിന് വിധേയപ്പെട്ടവർ നടക്കുമ്പോൾ അവരെത്ര മനോഹരമായിരുന്നു. അവർ ദേശത്തെ സ്വാധീനിച്ചു എന്നതാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. 42-ാം വാക്യം, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവർ അപ്പോസ്തോലന്മാരുടെ 1 ഉപദേശം കേട്ടു, 2 കൂട്ടായ്മ ആചരിച്ചു, 3 അപ്പം നുറുക്കി, 4 പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇതാണ് 42-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു വാക്കിലാണ് നമ്മൾ ഇന്ന് പകൽ അല്പസമയം നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും. അവർ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ആരാണ് ഈ അവർ? 41-ാം വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരാണ് ഇവർ. അവരാണ് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടോ? ഇന്നത്തെ ഒരു പ്രശ്നം എൻ്റെ ചിന്തയിലും എൻ്റെ നിരീക്ഷണത്തിലും എനിക്ക് മനസ്സിലായത്, നല്ല ശതമാനം ആളുകൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരല്ല. ആ കൂട്ടത്തിൽ ഈ പാട്ടും ഒരു ഇളക്കവും ഒരു കയ്യടിയും ഒരു സ്പീഡും ഇതെല്ലാം ഉണ്ട്. ജനുവിനായിട്ട് രക്ഷിക്കപ്പെട്ടവരെത്ര പേരുണ്ട്? രക്ഷിക്കപ്പെട്ട ദിവസം ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കുറഞ്ഞപക്ഷം യൗവന തലമുറയുടെങ്കിലും ചോദിച്ചാൽ സ്നാനപ്പെട്ടെന്ന് പറയും. മാനസാന്തരപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഇവർക്കുണ്ടായ പോലൊരു പാപബോധമുണ്ടായോ? പാപബോധം, ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പാപമൊന്നും. ഓ, അങ്ങനെ. ഞാൻ ഇന്നലെ കുറച്ച് പേരോട് സുവിശേഷം പറഞ്ഞു. കേൾക്കണേ, ഞാൻ ഒരു കടയിൽ ഒരു കാര്യം വാങ്ങാൻ കയറിയതാണ്. വാങ്ങി അതിൻ്റെ
പണയിടപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു അനുകൂല സാഹചര്യം എനിക്ക് ഒരുങ്ങി. 2 പുരുഷന്മാരും 2 സഹോദരിമാരുമാണ്. എല്ലാം യൗവനക്കാരാണ്. ക്രൈസ്തവരുമുണ്ട്, അക്രൈസ്തവരുമുണ്ട്. അവരാണ് ആ ഷോപ്പ് നടത്തുന്ന ആളുകൾ. ഞാൻ അതിൽ ഒരു യുവാവിനോട് ചോദിച്ചു, മോനെ, നമ്മളൊക്കെ ഈ ലോകത്തിൽ കുറച്ച് കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, നമ്മളൊക്കെ മരിച്ചു പോവും. മോൻ മരിച്ചാൽ എവിടെ പോവും? അവനെന്നോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോവും. ഞാൻ ചോദിച്ചു, മോൻ അങ്ങനെ പറയാൻ കാരണം എന്നാ, അത്ര ഉറപ്പോടെ പറയാൻ? അപ്പം അവൻ എന്നോട് പറഞ്ഞ ന്യായം, ഞാനങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആളുകളെയൊക്കെ നന്നായി സഹായിക്കും, നല്ല പ്രവൃത്തികളാണ് എനിക്കുള്ളത്. ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, ബൈബിൾ അനുസരിച്ച് സൽപ്രവൃത്തിയുടെ കാരണം കൊണ്ട് സ്വർഗത്തിൽ പോകില്ല. അവനങ്ങ് അതിശയിച്ചു. അവൻ പറഞ്ഞു, പാസ്റ്റർ പോകുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് പോകും. എങ്ങനെയാ പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രവൃത്തിയാലേ അല്ല പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിൽ അർപ്പിച്ച ആശ്രയത്താൽ വിശുദ്ധനായ ദൈവം എന്നെ നീതീകരിച്ചു. എൻ്റെ ഒരു ഗുണവും കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. അതാണ് ട്രൂത്ത്. ഞാനിവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുക, ആർ യു റിയലി ബോൺ അഗൈൻ? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അവർ ആരാണ്? 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ ക്രൈസ്റ്റ് സെന്റേർഡ് മെസ്സേജാണ് പറഞ്ഞത്. ഡീപ്പായിട്ട് പാപബോധമുണ്ടായി. ലെറ്റ് മീ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു പാപബോധം വന്ന് that you are a sinner condemned to go to hell എന്ന ബോധ്യം വന്ന് ദൈവത്തിങ്കലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞോ? അതോ സൺഡേ സ്കൂളിലെ വാർഷികത്തിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ഏറ്റുപറയണം. എന്താണ്? ഇന്ന് മുതൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ, 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 എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Nothing happened. That's just fooling people. No. ബൈബിൾ പറയുന്ന ആത്മരക്ഷ അങ്ങനെയല്ല. ഞാൻ എത്ര നല്ലവനെന്ന് എനിക്ക് തോന്നിയാലും നാട്ടുകാർക്ക് തോന്നിയാലും without Christ I am damned. അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഗോസ്പലിന്റെ പ്രസക്തി. വിത്തൗട്ട് ദ ഗോസ്പൽ, വിത്തൗട്ട് ജീസസ് ക്രൈസ്റ്റ് I will never inherit the kingdom of God. What do you think? നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരമഭക്തൻ ഒരു രാത്രി യേശുവിൻ്റെ മുൻപിൽ വന്നു നിന്നു. ഈ ലോകപ്രകാരം you see he was a very religious person. നിക്കോദിമോസിന് പരിചയമില്ലേ? നമുക്ക് പരിചയമുണ്ട്, റെഫറൻസും പറയും വേണേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നത് അദ്ദേഹം ഫരീസയനാണ്. ഫരീസയൻ എന്ന നിലയിൽ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നു. നമുക്ക് മാസത്തിൽ 3 അല്ലേ? അദ്ദേഹം ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്ന ആളാണ്. ഫരീസയൻ എന്ന നിലയിൽ ഇഷ്ടം പോലെ ദാനധർമ്മം കൊടുക്കുന്നയാളാണ്. ഫരീസയൻ എന്ന നിലയിൽ സാധുക്കളെ സഹായിക്കുന്നവനാണ്. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത് അദ്ദേഹം പണ്ഡിതനാണ്. തിയോളജിയിൽ അദ്ദേഹം ഭയങ്കര ജ്ഞാനമുള്ളയാളാണ്. ആന്തരിക തെളിവിൻ്റെ അടിസ്ഥാനത്തിലും ബാഹ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യെരുശലേമിലെ 3 പണക്കാരിൽ ഒരു പ്രധാനപ്പെട്ട പണക്കാരനാണ്. ഈ മനുഷ്യനോട് യേശു പറയാ, യു ആർ ഗോയിങ് ടു ഹെൽ. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു,
നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണത്തില്ലെന്നും 5-ാം വാക്യത്തിൽ കടക്കത്തില്ലെന്നും. അയാൾ എന്ത് ചെയ്തു? അയാൾ നല്ലവനല്ലേ? ദാനധർമ്മം കൊടുക്കുന്നില്ലേ? ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് സ്തോത്രകാഴ്ച ഇട്ടു, ദശാംശം കൃത്യമായിട്ട് കൊടുത്തു, പിന്നെ വെള്ളം ഇട്ടു, മീശ പഠിച്ച് ആഭരണം ഊരി, ഇനി എന്താ വേണ്ടത്? അതിന്റെ വെളിച്ചത്തിൽ അല്ല ആരും സ്വർഗത്തിൽ പോകുന്നത്. No. Have you heard the gospel of Jesus Christ? Have you been converted genuinely in your heart? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ I am a sinner? ക്രിസ്തു എന്ന ഏക രക്ഷിതാവിനെ കൂടാതെ ഞാൻ നരകത്തിൽ പോകുമെന്ന ഉള്ളിൽ പാപബോധമുണ്ടായിട്ടുണ്ടോ? റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എത്ര അടുക്കൻ, എത്ര ചിട്ടയോടെയാണ് ഈ കാര്യം തെളിയിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അവിശ്വാസികളുടെ മേൽ ദൈവത്തിന്റെ കോപമാണ്. സ്തോത്രം. നമ്മളിത് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ കോപമാണ്. അയ്യോ, എന്നിട്ട് കാനഡയിൽ പോയല്ലോ, ദൈവം ഇല്ലെന്ന് പറയുന്നതിൻ്റെ മക്കളും പോകുന്നുണ്ട് കാനഡയ്ക്ക്. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പേപ്പർ വർക്കുകളുടെ നീക്കം ഞാൻ കാണുന്നു. പേപ്പർ വർക്ക് പോയതുകൊണ്ട് സ്വർഗത്തിൽ പോകും. നോ നോ നോ, യു ആർ മിസ്റ്റേക്കൺ. ഭൂമിയിൽ അനുവദിക്കപ്പെട്ട യാതൊരു ഭൗതിക കാര്യവും നാം ആത്മീകരാണെന്നുള്ളതിൻ്റെ തെളിവൊന്നുമല്ല. നോ. സ്തോത്രം. റോമർ 1:18 the wrath of God is on unbelievers. അവിശ്വാസികളുടെ മേൽ ദൈവത്തിന്റെ കോപം. എന്നിട്ട് അദ്ദേഹം ഒരു അടുക്കനെ കൊണ്ട് തെളിയിക്കുകയാണ്. 1-ാം അധ്യായത്തിന് 19 മുതലുള്ള വാക്യങ്ങളിൽ ജാതിക ആളുകൾ സുവിശേഷം കൂടാതെ അവർ നഷ്ടപ്പെട്ടു പോകും. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 16 വാക്യങ്ങളിൽ ധർമ്മോപദേഷ്ടാക്കന്മാർ, ഞങ്ങളെല്ലാം നല്ല കാര്യം ചെയ്യുന്നവരാ, യഹൂദ മതത്തിൽ നിന്നും ജാതിയിൽ നിന്നുമുള്ള ധർമ്മോപദേഷ്ടാക്കന്മാർ പോൾ കൊണ്ടുവരികയാണ്, സുവിശേഷം കൂടാതെ നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. 2-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പാരമ്പര്യ യഹൂദനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. എന്താണ് പോൾ പറയുന്നത്? ഓ, യു തിങ്ക് യു ആർ ഓക്കെ ബിക്കോസ് യു ഹാവ് ദ ലോ. എടാ, ബൈബിൾ ഉള്ളതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. പരിച്ഛേദന എന്ന അടയാളമുള്ളത് കൊണ്ട് യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. യു നീഡ് ദ ഗോസ്പൽ. എന്നിട്ട് ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യാണ്. 10-ാം വാക്യത്തിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 3:23 അദ്ദേഹം പറയാണ്, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്, ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ്. Whether you are in Pentecost, whether you are non-Christian, Christian, whatever, ഗോസ്പൽ ഇല്ലാത്ത, ഗോസ്പൽ ഏറ്റെടുക്കാത്ത, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത സകല ആളുകളും നരകത്തിൽ പോകുന്നതാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. ഈ 2-ാം അധ്യായത്തിൽ യഹൂദൻ ഭയന്നുപോയി. ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ്, നസ്രയനായ യേശു, ഞങ്ങളുടെ മെശിയായെ ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾ കൊന്നു. ഇതെന്തൊരു പാപമാണ്! പാപബോധമാണ് ആദ്യം വരേണ്ടത്. വിത്തൗട്ട് നോയിങ് ദ ബാഡ് ന്യൂസ് യു ക്യാൻ നെവർ അപ്രീഷിയേറ്റ് ദ ഗുഡ് ന്യൂസ്. ദ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് എവ്രി മാൻ ഓൺ for anyone without the gospel of Jesus Christ. ഈ റിയലൈസേഷന് വരണം. അല്ലാതെ പാപബോധം വരരുത്. ഞാനോട് കാരണം കർത്തൃമേശ കൊണ്ടുപോയപ്പോൾ തന്നില്ല, എന്നാൽ പിന്നെ അങ്ങ് സ്നാനപ്പെട്ടേക്കാം. പിന്നെ വേറൊരാൾ കല്യാണം കഴിക്കാൻ സ്നാനപ്പെട്ടു, എന്താ പാടി? കാരണം കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കണം, അല്ലെ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ അവർ നടത്തി തരത്തില്ലെന്ന് ഭാഷകൾ പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ
വെള്ളത്തിനകത്ത് ഇറക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി തീർന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു. കാരണം എല്ലാവരും പറഞ്ഞു കൊടുത്തു, മോനെ എല്ലാം യെസ് യെസ് എന്ന് പറഞ്ഞാൽ കാണും. നോ എന്ന് പറഞ്ഞാൽ അവർ ഗേറ്റിങ് വിടും. വിശ്വാസമുണ്ടോ? ഇല്ല. കാരണം ഉള്ളു മാറിയില്ല, പുറത്ത് നല്ല ഒരു റിലീജിയസ് കുപ്പായം നമ്മൾ പിടിച്ചിട്ടു. മാതാപിതാക്കൾക്കും സന്തോഷം. അത് കഴിഞ്ഞേ പിന്നെ അവനെല്ലാം കൃത്യം 10 മണിക്ക് അവൻ വരുന്നുണ്ട് യോഗത്തിന്. യോഗത്തിന് വരുന്നത് നല്ലതാ. But that doesn't mean he is spiritual. Unless one is born again, he is in danger. സഭയിൽ രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം കൂടുകയാണ്. അതാണ് സകല പ്രശ്നങ്ങളുടെയും കാര്യം. ഇവാഞ്ചലിസം ഇപ്പോൾ സഭയുടെ ഉള്ളിൽ പ്രസംഗിക്കേണ്ട കാലഘട്ടമായി. രക്ഷയുടെ സന്ദേശം അതൊക്കെ പ്രസംഗിച്ച ആളുകൾ ഇവിടെ പോയി വല്ല കവലയ്ക്ക് വല്ലതും പോയി പ്രസംഗിക്കുക. ഞങ്ങളോടാണോ സ്നാനപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളോട് അല്ല. ഈ സ്നാനപ്പെട്ടയാൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെട്ടേച്ച് നരകത്തിപ്പോവും. സ്ട്രോങ് വേർഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മതപരമായ ഒരു ചടങ്ങെന്ന നിലയിൽ അർത്ഥമറിയാതെ വെള്ളത്തിലിറങ്ങി മുങ്ങിയിട്ട് പോവുക. രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല. ഹി ഈസ് നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹി ജസ്റ്റ് ഡിഡ് സംതിങ് റിലീജിയസ്. ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ദിസ് ഇസ് വെരി സീരിയസ് സ്റ്റഫ്. അങ്ങനെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ പാപബോധം വരുന്ന ഒരു അനുഭവം? Where the Spirit of God took the word of God and cut you in the heart. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം പത്രോസ് പ്രസംഗിക്കുമ്പോൾ പാരമ്പര്യ ഭക്തരായിരിക്കുന്ന യഹൂദന്മാർ, അവർ ഏകദൈവ വിശ്വാസികളാണ്. മശിയ വരുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. But they rejected Jesus Christ. അവരുടെ ഹൃദയത്തിൽ ഓപ്പറേഷൻ നടക്കുക. ഹോളി സ്പിരിറ്റ് വചനത്താൽ കട്ട് ചെയ്യുകയാണ്, കുത്തുകൊണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. ദ ബാഡ് ന്യൂസാണ്, സുവിശേഷം കൂടാതെ, ക്രിസ്തുവിനെ കൂടാതെ ഒരാൾക്കും വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ പോകാൻ സാധ്യമല്ല. കാരണം all have sinned and fallen short of the glory of Christ. അതിനുള്ള ഏക മാർഗം കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എനിക്ക് ദൈവം നിയോഗം തരുന്നത് കൊണ്ടാണ് ഞാൻ ആ 42 അതിൽ മാത്രം നിന്നേനേയും. I again feel led in my heart to tell you the gospel. ശരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കൽ കുറേ ഉപദേശിമാരോട് ഒരു ചോദ്യം ചോദിച്ചു. അവരൊരു സെമിനാറിന് ഒരു ക്ലാസ്സിലിരിക്കുകയാണ്. അവർ ഭാരതത്തിൽ വിവിധ ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ആളുകൾക്ക് ഉറക്കം വരും. അതുകൊണ്ട് അവരെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞത്, ദൈവം ഗോഡ് വിൽ ഫോർഗിവ് അവർ സിൻസ്. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. അവർ പറഞ്ഞു യെസ്. ഏത് പാപവും ക്ഷമിക്കും? അവർ പറഞ്ഞു യെസ്. ഞാൻ പറഞ്ഞു, പിന്നെന്തിനാണ് ഈ ക്രൂശ്? വൈ ഓൾ ദിസ് ക്രോസ്? ജീസസ് ഇറങ്ങി വരണം, കാൽവറി ക്രൂശിൽ തറയ്ക്കപ്പെടണം, ദൈവത്തിന് നമ്മളോട് ക്ഷമിച്ചാൽ പോരെ. ഉറക്കം എല്ലാവരുടെയും പോയി. അവർ ചിന്തിക്കാൻ തുടങ്ങി, അതൊരു പോയിൻ്റാണല്ലോ. എന്നിട്ട് അതിൽ ഒരാൾ പറഞ്ഞു, പാസ്റ്റർ, ഐ അഗ്രി വിത്ത് യു, ദർ ഇസ് നോ നീഡ് ഓഫ് ദ ക്രോസ്.
ഞാൻ അന്തം വിട്ടുപോയി. ഇവൻ എന്തോന്ന് സൂചിയുടെ വില ചെയ്യുന്നു? അതെന്താണ്? എന്താണ് കാൽവറി ക്രൂശിൽ നടന്നതെന്ന് they just don't know. All the youngsters, I beg for your attention. കൃത്യമായിട്ട് എന്താ നടന്നതെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് I want to tell you. നമ്മുടെ പോയിന്റ് വിടല്ലേ? 42 വാക്യത്തിൽ അവർ, അപ്പോസ്തലന്മാരുടെ ഈ അവർ ആരാണ്? പ്രോപ്പറായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ കാര്യമാണ്. അത് പറഞ്ഞു വന്നപ്പോഴാണ് there was a little detour. I asked you the question, are you born again? ഇതുപോലൊരു പാപബോധം വന്നിട്ടുണ്ടോ? അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിലുള്ള സകല മനുഷ്യരും, ഞാൻ ഇന്നലെ സുവിശേഷം പറയാൻ പോകുന്ന ആ യൗവനക്കാരൻ പറഞ്ഞ ഐ ഡു ഗുഡ് തിങ്സ്. ഞാൻ പറഞ്ഞു, മോനെ, അതുകൊണ്ട് സ്വർഗത്തിൽ നീ പോകത്തില്ല. ആൻഡ് ഐ പോയിന്റഡ് ഹിം ടു ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ലോകത്തിലുള്ള ഒറ്റയാളിന് അവരുടെ സ്വന്തം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ cannot inherit heaven. ഹെവനിൽ പോകുമെന്നുള്ള കോൺഫിഡൻസ് ഇന്ന് നിങ്ങൾക്കാർക്കെങ്കിലും, അത് ഞാനാണ് മെയിനാണ്, എൻ്റെ പ്രവൃത്തി, ഞാനാണ് ഈ സഭ സ്ഥാപിച്ചത്. യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ ഓൺ ദാറ്റ് ഫൗണ്ടേഷൻ. സകല ആളുകൾക്കും പറയാനുള്ളത് ഓൺ ദ മെറിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. വാട്ട് ഡിഡ് ജീസസ് ഡു? കേൾക്കണം, എന്താണ് കാൽവറി ക്രൂശിൽ ചെയ്തത്? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞി താണഭൂമിയിൽ ദൈവത്തിൻ്റെ പുത്രനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് 33.5 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. അതിൻ്റെ അവസാനത്തിൽ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി, പിതാവ് കൊടുത്ത ആ ഗ്രേറ്റ് വർക്ക്, ആ നിയോഗപ്രകാരം ക്രൂശിൽ കയറുമ്പോൾ 2 കൊരിന്തി ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം നോക്കിയേ എന്താ പറയുന്നത്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി, പാപമറിയാത്തവൻ എന്ന് പറയുമ്പോൾ ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. Incredible, awesome verse. What does this mean? കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം പാപമാക്കിയോ? കേൾക്കണം സുവിശേഷം, ഇത് ബൈബിളിലാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തല്ലെന്ന് ഞാൻ ആദ്യം പറയാം. പാപിയാക്കിയെന്നല്ല, പാപമാക്കി. ഒരു മെസ്സിയാനിക് പാസേജ് ഐസയ 53-ലുണ്ട്. യെശയ്യാ പ്രവചനം 53-ന്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നോക്കിക്കേ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. യെശയ്യാ പ്രവചനം 53-ന്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. അതാണ് വിഷയം. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എന്താണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്? ദൈവത്തിൻ്റെ നീതിയിൽ, ഗോഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളെന്ന നിലയിൽ എവ്രി മാൻ ought to go to hell. ദൈവത്തിൻ്റെ ജസ്റ്റിസിൽ ഹെല്ലിൽ പോകണം. ദൈവം ഒരാളെ നരകത്തിൽ വിട്ടാൽ ദാറ്റ് ഈസ് ഗോഡ്സ് റൈച്ചസ് സ്റ്റാൻഡേർഡ്. നാണയത്തിൻ്റെ ഒരു വശം ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്, നാണയത്തിൻ്റെ മറുവശം ദൈവം സ്നേഹമാണ്. ഈ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട പാപിയായി എന്നെ ദൈവത്തിന് രക്ഷിക്കണം. ഹൗ ക്യാൻ ഗോഡ് ഡു ദാറ്റ്?
ക്രൂശില്ലാതെ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ക്ഷമിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവം ദൈവം മാറ്റിവെക്കുകയാണ്. ഗോഡ് cannot do it. God will not do it. His righteousness, His right standard has to be satisfied. ദൈവത്തിൻ്റെ നീതിയുടെ ആ ന്യായം, അല്ലെങ്കിൽ ദൈവം നീതിമാൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ നീതി സാറ്റിസ്ഫൈഡ് ആകണം. അതിന് ദൈവം ചെയ്തത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിൽ അയച്ചിട്ട് നമ്മുടെ പാപങ്ങൾ കർത്താവ് ചെയ്തതായി കണക്കിട്ടു. ആക്ച്വലി ഹി ഡിഡ് നോട്ട് ഡു ഇറ്റ്, പക്ഷേ put it into his account. വേദശാസ്ത്രികൾ അതിനെ വിളിക്കുന്നത് imputed on him. പാപം അറിയാത്തവനെ പാപമാക്കിയെന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ജീവിതം ജീവിച്ചതായി കണക്കിട്ടു. പ്രിയരെ, പെട്ടപ്പോൾ നമ്മൾക്ക് എതിരായി ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ കോപം, because of our sin, was poured upon the Son of God, on Jesus Christ. മനസ്സിലാകുന്നുണ്ടോ? God justified us because of Christ. ദൈവത്തിൻ്റെ ആ നീതി കാൽവറി ക്രൂശിൽ സാറ്റിസ്ഫൈഡ് ആയി. ഇതാണ് പലയിടത്തും എഴുതിയിരിക്കുന്നത്, അവൻ നമ്മുടെ പ്രായച്ചിത്തമാണെന്ന്. പ്രൊപ്പീഷിയേഷൻ, പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ ജീസസ് സാറ്റിസ്ഫൈഡ് ദ wrath of God. ദൈവമക്കളുടെ കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. No one else can deliver us from the wrath of God. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങൾ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർക്കുവാൻ പിതാവാം ദൈവത്തിന് മനസ്സ് വന്നു എന്ന സത്യമായ സുവിശേഷം ഇന്ന് പകൽ കേട്ട് ചിലരുടെ ഉള്ളത്തിൽ മനസ്സിലായി, I didn't know that. I didn't know that. If you didn't know the gospel, without knowing or understanding the gospel, how can you be saved? ചുമ്മാ ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ച് നൃത്തം ചെയ്തിട്ട് അവസാനം കൈവക്കാൻ പറയുന്നത് രക്ഷിക്കപ്പെടുകയല്ല. The gospel must be preached. ദൈവം വെച്ച വ്യവസ്ഥ അതാണ്. പത്രോസ് അവരെ എല്ലാം കൂടെ നൃത്തം ചെയ്യിപ്പിക്കുകയല്ലായിരുന്നു. പത്രോസ് കിഴവിക്കഥ പറയുകയല്ലായിരുന്നു. He spoke about Christ on the cross. അവർക്ക് പാപമോ, what must we do? Turn from your sin. മാനസാന്തരപ്പെട്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു വാക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് കൺഫ്യൂഷനാണ്. വിശ്വാസം എന്നുള്ളതുണ്ട്. നിങ്ങൾ നോക്കിക്കുക, അതിൻ്റെ 44-ാം വാക്യം, 44-ാം വാക്യം, 2:44. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന്, അതാ ഞാൻ പറഞ്ഞ അവർ വിശ്വസിച്ചവരാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അവർ മാനസാന്തരപ്പെട്ടു, യേശുക്രിസ്തുവിൽ അർപ്പിച്ച ആശ്രയം, എന്നിട്ട് അത് പരസ്യമായി വിറ്റ്നസ് ചെയ്തു ഇൻ വാട്ടർ ബാപ്റ്റിസം. Has this happened in your life? യഹൂദന് മനസ്സിലായി ദൂത്, പാപബോധമുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ആ പാപത്തെയും ക്ഷമിക്കുന്നവനാണ് ദൈവം. കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ പറയുമ്പോൾ പറയുന്നത്, സ്റ്റാർട്ട് ഫസ്റ്റ് ഇൻ ജെറുസലേം. യെരുശലേമിലാണ് കർത്താവിനെ ക്രൂശിച്ചത്. അവിടെ വേണം ഓഫർ ഓഫ് ദ ഗുഡ് ന്യൂസ്. ഏത് പാപത്തെയും അവിടുന്ന് ക്ഷമിക്കാൻ മതിയായ ദൈവമാണ്. Any sin, God in His mercy and love, He will forgive. അതിൻ്റെ കാരണം ഇതാ, He can now forgive because His Son Jesus Christ has paid the price.
പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തിന് ക്ഷമിക്കാൻ ഒക്കത്തില്ല. ഒക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്വഭാവമല്ലത്. ഹിസ് റൈറ്റസ്നെസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അതാണ് കാൽവറി ക്രൂശിൽ ആ പാപത്തെ വഹിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കോപം കർത്താവിൻ്റെ മേൽ ചൊരിയപ്പെടുമ്പോഴാണ് നാലാമത്തെ മൊഴി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടതെന്ത്. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു കർത്താവിനെ ഏറ്റവും കൂടുതൽ ഗെത്സമന തോട്ടത്തിൽ ഐ ബിലീവ് കർത്താവിന് മുന്നിൽ കണ്ടുകൊണ്ട്, പിതാവേ, ഇസ് ദർ എനി അതർ വേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം. ഞാൻ ഇന്ന് പകൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ആരെങ്കിലും യഥാർത്ഥമായൊരു മാനസാന്തരമോ സുവിശേഷ സത്യമോ മനസ്സിലാകാതെ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാൽവറിയിലെ യാഗമരണം അതെന്തിനു വേണ്ടിയായിരുന്നു, വൈ ദ ക്രോസ് എന്നുള്ളത് ഗ്രഹിച്ചെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഇന്ന് പകൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. വാസ്തവമായി കർത്താവിൽ വിശ്വാസമർപ്പിക്കണം. ഞാൻ പറയാം, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയാ. എന്താണ് ജോൺ 3:16 പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. പക്ഷേ ലോകം മുഴുവനും രക്ഷപ്പെടുന്നില്ല. നോ, ആ വാക്യം യൂണിവേഴ്സലിസം അല്ല പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, വിശ്വസിക്കുന്ന ഏവനുമാണ് ഇത് സ്വായത്തമാക്കാൻ കഴിയുന്നത്. റിയൽ ഫെയ്ത്ത് in the crucified Messiah, Jesus Christ of Nazareth. എനിക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടിയതല്ല എന്നെ രക്ഷപ്പെടുത്തുന്നത്. എൻ്റെ വിശ്വാസം ഇൻ ക്രൈസ്റ്റ് അലോൺ, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അവിടുന്ന് എൻ്റെ പകരക്കാരനായി എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവിടുന്ന് കാൽവറി ക്രൂശിൽ കയറി എനിക്ക് പകരക്കാരനായി യാഗമായി തീർന്നു. എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപത്തെ അവിടുന്ന് ശമിപ്പിച്ചുവെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ദൈവാത്മാവിനാൽ ആ വിശ്വാസം വരുമ്പോൾ യു സേ യെസ് ലോർഡ്, ഐ ബിലീവ് ദാറ്റ്, ഐ ബിലീവ് ദാറ്റ്. അങ്ങനെ സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ഉണ്ട്. ഇതൊന്നും വേണ്ട, ചുമ്മാ അങ്ങ് ഐ ബിലീവ്. സേവിങ് ഫെയ്ത്ത് ഉണ്ട്. സേവിങ് ഫെയ്ത്തും സൂപ്പർഫിഷ്യൽ ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ കറസ്പോണ്ടിങ് വർക്ക്സ് കാണും. സൽപ്രവൃത്തിയാലല്ല ആരും രക്ഷപ്പെടുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ടവന് സൽപ്രവൃത്തി വേണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ പാപമെല്ലാം ചെയ്ത് താൻ തോന്നിയായി നടന്നാൽ യു ഹാവ് നോട്ട് ബീൻ സേവ്ഡ്. There is a question mark on your salvation. Praise the Lord. അവർക്ക് പാപബോധമുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യണം? പാപബോധം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അറിയപ്പെട്ട പാപമൊന്നും ചെയ്യണമെന്നില്ല. ഇല്ലെങ്കിലും പാപിയാണ്. Because you belong to the family and race of Adam. ശ്രദ്ധിച്ച് കേൾക്കേ. അമ്മയുടെ ഉദരത്തിൽ when you are conceived, you are a sinner in the eyes of a holy God. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന വൂഡി ബോക്കം എന്ന് പറയുന്ന ഒരു സായിപ്പ് പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഈ പാമ്പർ കെട്ടി നമ്മൾ ഈ കൊച്ചു കുഞ്ഞിനെ താലോലിക്കുമ്പോൾ അദ്ദേഹം വിളിച്ച ദാറ്റ്സ് എ വൈപ്പർ ഇൻ എ ഡയപ്പർ. ഓ, എൻ്റെ കുഞ്ഞിനെ അങ്ങനെ വിളിച്ചോ? ആദാമ്യ കുലത്തിലാണോ? ഇൻ ദ സൈറ്റ് ഓഫ് എ ഹോളി ഗാഡ്, ദാറ്റ്സ് എ സിന്നർ. പ്രൈസ് ദി ലോർഡ്.
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എൻ്റെ മാതാപിതാക്കളൊക്കെ പെന്തിക്കോസിലായിരുന്നു, അവരെന്നെ സൺഡേ സ്കൂളിൽ വിട്ടു, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന. ഓൾ ദിസ് ഈസ് ഫൈൻ, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ദാറ്റ് ഡസൻറ്റ് മേക്ക് യു എ ചൈൽഡ് ഓഫ് ഗോഡ്. ആർ യു ബോൺ അഗൈൻ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, പിന്നെ ദൈവ ഇഷ്ടത്താലല്ല, ദൈവമാണ് അവരെ ജനിപ്പിച്ചത്. 13-ാം വാക്യം, യോഹന്നാൻ 1:13. അവനെ കൈക്കൊണ്ട്, അത് 12-ാം വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാം വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവം ആളുകളെ ബർത്ത് ചെയ്യും സ്പിരിച്വലി. ആ ജനനം നടന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ കം ടു PMG, യു ക്യാൻ ഹാവ് എ ഗുഡ് ടൈം ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ആ ദൂത് എന്നോടായിരുന്നു, ഞാൻ നടത്തൂണെന്ന് പറഞ്ഞു, അതൊക്കെ നല്ലതാണ്. ബട്ട് യു ആർ നോട്ട് ഓൺ യുവർ വേ ടു ഹെവൻ. റിസീവ് ക്രൈസ്റ്റ് ആസ് സേവിയർ ആൻഡ് ദർ ഈസ് നോ അതർ സേവിയർ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ദാറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ വേറെ മധ്യസ്ഥന്മാരൊന്നുമില്ല, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ, ഞാനിവിടെ രക്ഷയുടെ സന്ദേശം പറയാനേ വന്നതല്ല, ഇന്ന് ഇതിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ, my appeal to you as a servant of God is turn to Christ. അതിനൊരു നാണം കേടും വിചാരിക്കണ്ട. എത്രയോ പേര് സ്നാനപ്പെട്ട് കഴിഞ്ഞേച്ച് രക്ഷിക്കപ്പെടുന്നുണ്ടെന്നറിയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ കടന്നു വരുന്നുണ്ട്. മഹാ തല്ലിപ്പൊളിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ആരാണ്ട് അദ്ദേഹത്തെ ചർച്ചിൽ കൊണ്ടുവന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുക. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ പെന്തിക്കോസുകാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും കണ്ട് അദ്ദേഹം വന്നതാണ്. എന്തോ അദ്ദേഹത്തിനൊരു ഇൻട്രസ്റ്റ് തോന്നി. തുടർമാനം ക്ലാസ്സുകൾ കേൾക്കാൻ വരാൻ തുടങ്ങി. മാനസാന്തരം ഉണ്ടായി. വീണ്ടും ഞാൻ അനുഭവം ഉണ്ടായി. പക്വതയുള്ള ഒരു സഹോദരനായിട്ട് അദ്ദേഹം ജീവിതം നയിക്കുകയാണ്. അദ്ദേഹം കടന്നു വന്ന പ്രസ്ഥാനം സാൽവേഷൻ ആർമി എന്ന് വിളിക്കുന്ന പ്രസ്ഥാനം. ഏകനായിട്ട് കടന്നു വന്നു. വിവാഹത്തിൻ്റെ സമയമായപ്പോൾ പെൺകുട്ടിയെ കാണുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക എന്നുള്ളത് ഞങ്ങൾ കുറേ സഹോദരന്മാരൊക്കെ കൂടെ, കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മറ്റാരും വന്നിട്ടില്ല. അനുഗ്രഹീതയായ ഒരു ചെറുപ്പക്കാരത്തിയുമായിട്ടുള്ള വിവാഹം നടന്നു. വിദ്യാഭ്യാസമുള്ള, വളരെ ഈ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹോദരി, ഒരു മെയിൻ ലൈൻ പെൻഡക്കോസ്റ്റൽ ചർച്ചിലെ ഒരു സഹോദരിയാണ്. അപ്പം ഇങ്ങനെ അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അവരിങ്ങനെ വന്ന് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ അവൾക്കത് അതൃപ്തിയായിട്ട് തോന്നി. തൃപ്തിയല്ല, എന്തുവാണിത്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വചനം, ഞായറാഴ്ച വചനം, വചനമല്ലാതെ വേറൊന്നുമില്ലേ? ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡാണ് ആ പെൺകുട്ടിക്ക്. പക്ഷെ ഭർത്താവ്, ഈ പ്രിയ സഹോദരന് വഴക്കിടാനൊന്നും പോയില്ല. അറിയാവുന്ന നിലയിൽ അവളോട് കുറേ കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ അവർ മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു ദിവസം ഒരു കൊച്ചു യോഗം, ഒരു യൂത്ത്സ് മാത്രമുള്ള ഒരു ചെറിയ യോഗത്തിൽ ഞാൻ നോട്ട് ചെയ്തപ്പോൾ പെൺകുട്ടി ഒരു സൈഡിലിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അനുഭവ സാക്ഷ്യം വല്ലതും ഉണ്ടെങ്കിൽ മോക്കിന്ന് പറയാം. അവൾ പറഞ്ഞു, പറയാം പാസ്റ്ററുകളെ. എന്തോ പറയാൻ പോകുന്നു ഐ ഡോണ്ട് നോ, കാരണം എനിക്ക് കൂടുതൽ ചരിത്രമൊന്നും അറിയില്ല. അവിടെ സമയം വന്നു. സമയമൊക്കെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി.
അവൾ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട അന്യഭാഷയിൽ ആരാധിക്കുന്നയാളായിരുന്നു, പക്ഷെ ഇവിടെ വന്ന വചനം കേട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ക്യാൻ യു ബിലീവ് ദാറ്റ്? എന്നിട്ട് അവളൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങളാരും മറുപടി പറയാൻ പോയില്ല. അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അന്യഭാഷ ഏത് ആത്മാവിലാണ്? This is the condition of many in the Pentecostal circles of the present time. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഞാൻ ഒരു കേസ് ഹിസ്റ്ററി നിങ്ങളുടെ മുൻപിൽ വെച്ചത് ഒന്നല്ല, പലത് പറയാനുണ്ട്. നോ, അത് നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ആർ യു റിയലി എ ചൈൽഡ് ഓഫ് ഗോഡ് ഇൻവേർഡ്ലി? അത് ദൈവം ജനിപ്പിക്കണം. ഹൗ ഡസ് ഗോഡ് ഡു ദാറ്റ്? പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്താൽ, കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചുവല്ലോ. ഇത് നമ്മുടെ അകത്ത് നടക്കണം. അതിൻ്റെ ആദ്യത്തെ പടി, when you hear the gospel, you must have a clear understanding that you are a sinner. പുറത്തെ വേഷം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇതുപോലൊരു കൂട്ടരായിരുന്നു ഫരീസയരും ശാസ്ത്രിമാരും. എന്നോ ആത്മീയമാണ്. മത്തായിയുടെ സുവിശേഷം 23 ആവർത്തിച്ച് 7 തവണയല്ലേ കർത്താവ് പറയുന്നത്, woe unto you Pharisees and scribes, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറകൾ. പുറത്തു നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ വിളയുന്നു, അകത്ത് നിങ്ങൾ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. He was not afraid of the religious people. അന്നൊരു യഹൂദനോട് ചോദിക്കുക, who will go to heaven? Pharisee uncle will go, Shastri uncle will go to heaven. അവരെ നോക്കിക്കൊണ്ട യേശു പറഞ്ഞു, you guys are going to hell. പുറത്തെ ഓരാത്മികത കൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോകത്തില്ല. Turn to Jesus Christ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ബൈ ദ വേ എന്ന് ഞാൻ പ്രസംഗ ഭാഷ പറഞ്ഞ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുക. കാൽവരി ക്രൂശിനെ ഇന്ന് പകൽ ധ്യാനിക്കുക. ക്രൂശിൻ്റെ മേൽ യാഗമായി തീർന്ന കർത്താവ് എന്തിന് യാഗമായി? എൻ്റെ പകരക്കാരനായി. എൻ്റെ പാപത്തെ പിതാവാം ദൈവം അവിടുത്തെ മേൽ ചുമത്തി. എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപത്തെ, ദൈവത്തിൻ്റെ പുത്രന കോപത്തിൻ്റെ മട്ട് കുടിച്ചു. അതുകൊണ്ട് പിതാവാം ദൈവം ഇപ്പോൾ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ യാഗമരണത്തിൽ വിശ്വാസമർപ്പിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ. അത് സ്വർഗത്തിൽ ചെന്നല്ല, the moment you believe. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ ജീവൻ in the soul of a man. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കൺസ്യൂമേഷനാണ്. The moment you believe. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കേ, യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിർത്തണം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അടുത്ത എന്താ? പുത്രനെ അനുസരിക്കാത്തവനോ? നിർത്തണം. അപ്പോൾ റിയൽ ഫെയ്ത്ത് എന്താണ്? റിയൽ ബിലീവ്. വിശ്വസിക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് അനുസരണം വേണം. പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. അടുത്തോട് വായിച്ചു. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ വായിച്ച ടെക്സ്റ്റിലേക്ക് വരികയാണ്, സമയം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നല്ലോ. അപ്പോസ്തലപ്രവൃത്തി 2:42 അവർ, ആരായി അവർ? 41 വാക്യത്തിൽ പത്രോസിൻ്റെ പ്രസംഗ ദൂത് കൈക്കൊണ്ട ആളുകൾ, അവർ കൈക്കൊണ്ട സമയത്ത് they were cut to the heart. കുത്തുകൊണ്ടു, പാപബോധം വന്നു.
ഈ പാപത്തിൽ നിന്ന് ഞങ്ങളെ ആര് രക്ഷിക്കും? ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അതിനുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അവർ പബ്ലിക്കായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവർ സ്നാനപ്പെട്ടു. അവരെന്തു ചെയ്തു? അവരാണ് അവൻ്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരാണ് അവർ. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും. ബാക്കിയുള്ള സമയം നമുക്ക് അവിടെ നിൽക്കാം. അപ്പം 3000-ഓളം ആളുകൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യപ്പെടുത്തി അവർ മുന്നോട്ട് വന്നു. അത് ജെനുവിനായിട്ടുള്ള സാൽവേഷൻ്റെ മാർക്കാണ്. നാട്ടുകാരെല്ലാം കൂടെ കാണുമല്ലോ, എന്നാൽ പിന്നെ ഒളിച്ചും പാത്തും ഒന്നുമല്ല ഇത്. പരസ്യമായിട്ട് അവർ സ്നാനപ്പെട്ടു. ഈ ചിലരൊരു വഴുവഴുപ്പൻ പരിപാടിയുണ്ട് അല്ലേ? ഇവിടെ ഒരു മുഖം, വേറെ ഇടത്ത് വേറൊരു മുഖം, പിന്നെ അവിയൽ കൂട്ടായ്മ, അങ്ങനൊന്നുമല്ല. യഥാർത്ഥ പാപബോധമുണ്ടായി ക്രിസ്തുവിങ്കലേക്ക് തിരിയുമ്പോൾ പബ്ലിക്കായിട്ട് കർത്താവിനെ സാക്ഷീകരിക്കാൻ ഇവർ തയ്യാറായി. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, അന്ന് വളരെ ഹോസ്റ്റൈലാണ്. യേശുവിനെ ക്രൂശിച്ച നാടാണ്. ഏത് സമയത്തും ഉപദ്രവിക്കപ്പെടാം. അവിടെയാണ് ഇവർ പരസ്യമായി. അതാണ് ജെനുവിൻ കൺവേർഷൻ്റെ ഒരു മാർക്കാണ്. അവർ എന്ത് ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അത് മനസ്സിലാക്കണമേ. കർത്താവുമായിട്ടുള്ള ഈ കമ്മിറ്റ്മെൻറ്റ്, അവരൊരു മെസ്സിയാനിക് കമ്മ്യൂണിറ്റി, അതായത് സഭയിലേക്ക് കടന്നു വരിക, അവരെ ദൈവവചനം പഠിപ്പിക്കുക, എന്നിട്ട് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. ഇംഗ്ലീഷ് ആ കൂട്ടായ്മയൊക്കെ നമുക്ക് പിന്നെ എവിടെ നിൽക്കുക, നമുക്ക് ധൃതിയില്ല എല്ലാം. ഇംഗ്ലീഷ് തർജ്ജിമയിൽ അല്പം വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ആഡഡ് ആണ്, കുറച്ചുകൂടെ എംഫസിസ് നമുക്ക് കാണാൻ കഴിയും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടെന്ന ഇംഗ്ലീഷിൽ they were continually devoting themselves to the apostles' teaching. അപ്പോൾ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ എന്താണ് ഇവിടെ വിവരിക്കുന്നത്? ദൈവസഭയിലേക്ക് കടന്നു വന്ന അംഗങ്ങൾ അവര് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? അവരെന്ത് ചെയ്യുകയായിരുന്നു? കണ്ടിന്യൂവലി ഡിവോട്ടിങ് എന്ന് പറയുമ്പോൾ കൃത്യമായി കണ്ടിന്യൂസ് ആയി ദൈവത്തിൻ്റെ വചനത്തിന് അവർ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോസ്തലന്മാരുടെ പണി എന്ന് പറയുന്നത് ദൈവവചനം പഠിപ്പിക്കുക. അപ്പോൾ എന്തിനാ ഈ ആളുകൾ വരുന്നത്? പഠിക്കാൻ വരിക. ഇതാണ് ന്യൂ കൺവേർട്സിൽ നടക്കുന്ന ആദ്യത്തെ കാര്യം. ഹോളി സ്പിരിറ്റ് അവരെ നടത്തിയത് ഇങ്ങോട്ടാ, വചനത്തിലേക്കാ. ഈ കാലഘട്ടം അത് കൃത്യമായി മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും നമ്മൾ വേണ്ട നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് ഏത് കാറ്റിനാലും നമ്മൾ ഉലഞ്ഞു പോകും. അവിടെ ഒരു ഉണർവ് എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും, ഇവിടെ ഒരു ഉണർവ് എന്നാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും. ബൈബിള് കയ്യിലുണ്ട്, ആത്മപ്രവൃത്തി നടന്നു, ആ പ്രവൃത്തിയിൽ വചനം പ്രസംഗിച്ചു, ആത്മാവ് വചനത്താൽ കൺവിക്ഷൻ ഇട്ടു, ആളുകൾ ദൈവസഭയുടെ അകത്ത് വന്നു. ഇനി എന്നാ? They taught them the word of God. അത് കണ്ടിന്യൂവലി ആയിരുന്നു. ഡിവോട്ടഡ് എന്ന വാക്ക് മലയാളം റെൻഡറിങ്ങിൽ ഇല്ല. ശരിക്കും ആ ഡിവോട്ടഡ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സിംഗിൾ മൈൻഡഡ് ഡെഡിക്കേഷൻ. വേറെ ഒന്നിനും പോകത്തില്ല, അവർക്ക് വചനം കേൾക്കണം, അവരെ വചനം പഠിപ്പിക്കാൻ നേതൃത്വം തയ്യാർ. വേറെ ഒരു പ്രോഗ്രാം ഷിഫ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി. അത് ഈ 4 കാര്യത്തിനും ആ ഡിവോട്ടഡ് ഉപയോഗിക്കാം. ഡിവോട്ടഡ് ഇൻ ലേണിംഗ് ദ വേർഡ്, ഡിവോട്ടഡ് ഫോർ ഫെലോഷിപ്പ്, ഡിവോട്ടഡ് ഫോർ ദ ലോർഡ്സ് സപ്പർ, ഡിവോട്ടഡ് ഇൻ പ്രയർ.
ആ വാക്ക് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനം കേൾക്കാനും അപ്പോസ്തോലിക ഉപദേശം പഠിപ്പിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ സമർപ്പിക്കപ്പെട്ടവർ. ഒരു കാരണവശാലും ഈ ഒരു വഴിയിൽ നിന്ന്, ദൈവം അവരെ കൊണ്ടുവന്ന ഈ വഴിയിൽ നിന്ന് ഒരു കാരണവശാലും അവർ മാറത്തില്ല. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും അതിൻ്റെ അർത്ഥമാണ് they were continually devoted. അതേ വാക്കാണ് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഡിവോട്ടിങ് ദംസെൽഫ് ടു പ്രയർ. ഇതേ വാക്കാണ് 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, വി വിൽ ഡിവോട്ട് ourselves to prayer and the ministry of the word. Praise the Lord. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോസ്തോലിക ഉപദേശം എന്താണ്? ക്രിസ്തു കേന്ദ്രിതമാണ്. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന് 14 മുതലുള്ള പത്രോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ യോവേൽ പ്രവാചകനെ കോട്ട് ചെയ്യുന്നു, സങ്കീർത്തനം കോട്ട് ചെയ്യുന്നു. എന്നിട്ട് നടക്കുന്ന സംഭവങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് വചനം എടുത്തുകൊണ്ട് തെളിയിക്കുകയാണ്. ക്രൈസ്റ്റ് സെൻറ്റേഡ് ആണ്, വേർഡ് സെൻറ്റേഡ്. അല്ലാതെ ദൈവവചനം പറയാതെ അതിൻ്റെ അർത്ഥം വിശദീകരിക്കാതെ വെറുതെ ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കുകയല്ല. ഒരുപാടിടത്ത് നടക്കുന്നത് എക്സ്പോസിഷൻ ഓഫ് ദ വേർഡ് അല്ല. ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ എടുത്ത് പ്രസംഗിയുടെ മനസ്സിൽ തോന്നുന്ന കുറെ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. നോ, അത് പ്രസംഗമല്ല. മെസ്സേജസ് ആർ വേർഡ് സെന്റേഡ്. എക്സ്പ്ലനേഷൻ ഓഫ് ദ വേർഡ് ആണ് പ്രസംഗം. അപ്പോസ്തലന്മാരുടെ ഉപദേശം ശരിക്കും അവർ പഴയ നിയമത്തെ വ്യാഖ്യാനിച്ച് കാണാനാണ് സാധ്യത. അതിൻ്റെ കാരണം ആ സമയത്തേക്ക് എല്ലാ പുതിയ നിയമ പുസ്തകങ്ങളും ഒരുപക്ഷെങ്കിൽ രംഗത്ത് വന്നു കാണുകയില്ല. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് എന്നീ കാര്യങ്ങളും പഴയ നിയമത്തിൽ നിന്ന് പല കാര്യങ്ങളും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ക്രിസ്തുവിൽ അത് തെളിയിക്കുകയാണ്. ഇത് നിരന്തരമായി സഭയിൽ നടന്നുകൊണ്ടിരുന്നു. ആത്മാവ് അവരെ അങ്ങോട്ടാണ് നടത്തിയത്. അല്ലാതെ ആത്മാവ് അവരെ നടത്തിയത് കുറേ തോന്നലുകളല്ല, ഒരു മിസ്റ്റിസിസം അല്ല. ഓ, വി ഫീൽ സോ ഗുഡ്. റിയലി? ഹോളി സ്പിരിറ്റ് എങ്ങോട്ടാണ് നടത്തിയത്? ട്രൂ ആയിട്ടും ജെന്യുവിനായിട്ടും ആത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആത്മാവ് വചനത്തിൽ നമ്മളെ കൊണ്ടുവരും. വചനമാണ് അടിസ്ഥാനം. അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തീയ ജീവിതം പണിതില്ലെങ്കിൽ തകിടം മറിഞ്ഞു പോകും. നിങ്ങളുടെ ചർച്ചിൻ്റെ സംവിധാനം എനിക്കറിയത്തില്ല. സ്മോൾ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഈസ് ദ വേർഡ് ബീങ് പ്രീച്ച്ഡ്? ശരിക്കുള്ള എക്സ്പോസിഷൻസ് ആണോ നടക്കുന്നത്? സ്തോത്രം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമൊക്കെ നിങ്ങൾക്ക് മനഃപ്പാഠമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കട്ടെ. എല്ലാ തിരുവെഴുത്തും വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവശ്വാസിയും. ശരിക്കും മലയാളത്തിലെ ഈ റെൻഡറിങ് ആണ് ഏറ്റവും മനോഹരം. ഇംഗ്ലീഷിൽ പലയിടത്തും ഇൻസ്പിറേഷൻ എന്ന വാക്കാണ്. ഗോഡ്സ് വേർഡ് ഇസ് ഇൻസ്പയർഡ്. ദാറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ട്രാൻസ്ലേഷൻ. ഗോഡ് ബ്രീത്ത് എന്ന വാക്ക് തിയോപ്നിയൂസ്റ്റോസ് എന്ന ഗ്രീക്കിൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് സ്പോക്കൺ ഇറ്റ്. എവ്രി വേർഡ്, എവ്രി ചാപ്റ്റർ, എവ്രി വേഴ്സ്. ഇത് മറ്റൊരു മതഗ്രന്ഥം പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിലേക്കാണ് ആത്മാവ് നയിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ കോട്ട് ചെയ്യാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. It is God's word. God is the originator. God is the source of the word of God. സ്തോത്രം. പ്രൈമറി ഓഥർ ദൈവമാണ്. സെക്കൻഡറി ഓഥേഴ്സ് ആണ് മാർക്ക്, മാത്യു, ലൂക്ക്, ജോൺ എക്സെട്ര. ദൈവശ്വാസീയമാകുന്ന ദൈവത്തിൻ്റെ വചനം ഇതാണ് ചർച്ചിൽ പുതിയ കൺവേർട്സിനെ പഠിപ്പിക്കേണ്ടത്. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 3000 പേരൊക്കെ ഒരു ദിവസം കയറിയാൽ
പിന്നെ ദൈവവചനം പഠിപ്പിക്കാൻ എവിടെ നേരം? നമുക്ക് മാതൃകയാണ്. സ്പിരിറ്റ് ഫിൽഡ് ചർച്ചാണോ? ദിസ് ഇസ് ദ മോഡൽ. ദിസ് ഇസ് ദ മോഡൽ. യഥാർത്ഥമായി കൺവേർട്ടായി രക്ഷിക്കപ്പെട്ട ആളുകളെ ക്രിസ്തു കേന്ദ്രിതമായ ജീവിതത്തിലേക്ക് ഡിസൈപ്പിൾ ചെയ്യുക. കർത്താവായ യേശുക്രിസ്തു തന്നെ മർക്കോസ് 16-15 എന്താ പറഞ്ഞത്? എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ. പക്ഷെ മത്തായിൽ പറഞ്ഞ എന്താ നിങ്ങൾക്കറിയാമോ? 28-19-20 വാക്യത്തിൽ അവിടെ പ്രസംഗിക്കാനല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് എൻ്റെ അതിവരനുസരിക്കുകയാണ്. കൺവേർഷൻ നടന്നു. അകത്ത് വന്നവരെ ഡിസൈപ്പിളിങ് ദം സോ ദാറ്റ് ദേ വിൽ ഫോളോ ക്രൈസ്റ്റ്. ഇതിവിടെ മാത്രമല്ല. നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കോ. 11-ാം അധ്യായം 25-26 വാക്ക് നിങ്ങൾ നോക്കിക്കോ. അതിൻ്റെ 29 മുതൽ വായിച്ചാൽ 3 വർഷം എഫെസോസിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ he taught them the word. 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇനിയും നിങ്ങളുടെ രക്തം സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനല്ലെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? I have taught you everything. ആത്മനിറവുള്ള സഭയിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനമാണ് കൂട്ടായ്മയിലേക്ക് നയിക്കുന്നത്, പ്രയറിലേക്ക് നയിക്കുന്നത്, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ലോർഡ് സപ്പറിലേക്ക് അതിൻ്റെ മുഴുവൻ അർത്ഥത്തോടെ എടുക്കാൻ അതിലും കൂട്ടായ്മയുണ്ട് അങ്ങോട്ട് നയിക്കുന്നത്. ഇറ്റ് ഈസ് ദ വേർഡ്. യു ടേക്ക് അവേ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ബിൽഡിംഗ് ക്രംബിൾസ്. പുതിയതായിട്ട് കൺവേർട്ടഡ് ആയ ആളുകൾക്ക് പ്രോപ്പർ ഡിസൈപ്പിളിങ് കൊടുത്തില്ലെങ്കിൽ അവൻ്റെ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് അവനറിയില്ല. നമ്മളൊക്കെ ഉപകരണങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മാനുവൽ വരും. ഈ മാനുവൽ ആരെയും വായിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് മാനുവൽ ദൂരെ കളഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം കമ്പ്യൂട്ടർ വെച്ച് വിൽ സ്റ്റാർട്ട്. അങ്ങനെ എത്രയോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മളേതോ പള്ളിയിൽ നിന്ന് ഇതിനകത്ത് വന്നു. വി നോ ഹൗ ടു ലിവ്. കുടുംബജീവിതമോ പിന്നെ എന്താ വേണം എല്ലാം അറിയാം. ബൈബിള് പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ എങ്ങനെയാണ് നയിക്കേണ്ടത്, എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെ വളർത്തേണ്ടത്, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് വേർപെട്ട എങ്ങനെയാണ്. ഇറ്റ്സ് ഓൾ ഇൻ ദ മാനുവൽ, ദ ബൈബിൾ, ദ ഗോഡ് ബ്രീത്ഡ് വേർഡ് ഓഫ് ഗോഡ്. അത് മാറ്റിയാൽ ഐ ആം ഫിനിഷ്ഡ്. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നവരായിരുന്നു. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഉണർവ് ദിവസം പറഞ്ഞ് ചുമ്മാ ആളുകളെ തുള്ളിക്കുക. എന്തിനാത്? അപ്പോഴത്തേക്ക് ഇന്ന് ഏതാണ്ട് പോലെ തോന്നി. അത് ശരിയാ. ഡു യു നോ ദ വേർഡ്? ആർ യു എ സ്റ്റുഡൻറ് ഓഫ് ദ വേർഡ്? എ സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് ടീച്ചസ് ദ വേർഡ്. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 വശങ്ങൾ ഇതാണ്. ലീഡർഷിപ്പ് ദൈവവചനം നിർബന്ധമായി പഠിപ്പിച്ചിരുന്നു. കോൺഗ്രിഗേഷൻ ആ പഠിപ്പിക്കുന്ന വചനത്തിന് കീഴ്പ്പെട്ട് പഠിക്കാനാണ് വന്നത്. അത് രണ്ടും നമുക്ക് ആ വാക്കിൽ കാണുവാനായിട്ട് കഴിയും. അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ആത്മനിറവിലായി അതുകൊണ്ട് ഈ തിയോളജിയൊക്കെ ബുദ്ധിയുടെ പ്രമാണമാണ്. അയ്യോ, ആര് പറഞ്ഞത്? ദൈവവചനം പഠിക്കുന്നത് ബുദ്ധിയുടെ പ്രമാണമാണ്. ആത്മാവിൽ ബുദ്ധി വേണ്ടെന്നാണോ? മൈ ബ്രദേഴ്സ്, ദാറ്റ്സ് എ വെരി റോങ് അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ വിശ്വാസിയും തിയോളജിയൻസ് ആയിരിക്കണം. തിയോളജി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവശാസ്ത്രം, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. സ്തോത്രം. ഒരുപാട് ഇന്ന് ചെറുപ്പക്കാർക്കുമൊക്കെ പറ്റിയിരിക്കുന്നത് ഇതാണ്. ഓരോ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകൾ
വേദശാസ്ത്രത്തിന് വിപരീതമായ കാര്യങ്ങൾ. ഇങ്ങനെയല്ലായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭ. അവർ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ വന്നു. ഒരു വേദശാസ്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ ആത്മപകർച്ചയുണ്ടായി ഈ ആളുകളെല്ലാം കൂടെ കൺവെർട്ടായ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് യെരുശലേമിൽ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങിയെന്ന്. അതിൻ്റെ അധ്യാപകർ അപ്പോസ്തലന്മാർ, വിദ്യാർത്ഥികൾ 3000 പേര്. അദ്ദേഹം ഇതിനെ ചിത്രീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ദൈവവചനം പഠിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവുകയാണ്, സമയം 1 മണിയാകുന്നല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ചർച്ചിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഈസ് ഇറ്റ് സിംഗിങ്? ഈസ് ഇറ്റ് സം അതർ പ്രോഗ്രാം? വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി? ആൻസർ ചെയ്യേണ്ട. ഇന്നത്തെ യൂണിവേഴ്സൽ ചർച്ചിനെ എടുക്കുക. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി? ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം 2 വാക്കിൽ ഞാൻ പറയാം. നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ് എനിമോർ ഇൻ ദ ട്രൂ ബിബ്ലിക്കൽ ടീച്ചിങ്. ഞാൻ നേരിട്ട് കേവലം നിരീക്ഷണം മാത്രമല്ല, നിരീക്ഷണവും എൻ്റെ വ്യക്തിപരമായ അനുഭവം, ഞാൻ വ്യക്തികൾ കണ്ടതാണ്. ഫെൽറ്റ് നീഡ് പറയണം. കല്യാണം നടക്കുമോ? അവരുടെ ജോലി കിട്ടുമോ? ഇൻക്രിമെൻറ്റിനെ തടഞ്ഞുകൊണ്ട് വാദിക്കുന്ന പോരിനെ അഴിക്കാമോ? ഇതൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത്. ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക്, ഓ നോ, കം ഓൺ, ഇനി ക്രൈസ്റ്റ് ലൈക്ക് ഇൻട്രസ്റ്റഡ് അല്ല ആളുകൾ. ഇത് ഞാൻ വ്യക്തിപരമായി ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് മനസ്സിലാക്കിയൊരു സത്യമാണ്. നമ്മളങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം ഇവിടുത്തെ നേതൃത്വം പഠിപ്പിക്കുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തിപരമായ ഒരു സ്റ്റുഡൻ്റ് ആകണം. ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതെന്ന് ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ സുവിശേഷങ്ങളിലുണ്ട്. ഡു യു നോ ദ മീനിങ് ഓഫ് വാട്ട് ഹി സെഡ്? വ്യക്തിപരമായി ഒരു സ്റ്റുഡൻ്റായി മാറണം. പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ ഇറ്റ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. യെരുശലേം സഭയിൽ ആളുകൾ വന്നപ്പോൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് വേറെ ഏതാണ്ട് പ്രോഗ്രാംസ് അല്ല, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും എന്ന് പറഞ്ഞാൽ പത്യവചനം, അകത്തെ മനുഷ്യന് ആരോഗ്യം വരുന്ന അപ്പോസ്തോലിക ടീച്ചിങ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശിഷ്യത്വത്തിലേക്ക് ആളുകളെ ഇവർ നടത്തുകയായിരുന്നു. ശരിക്കും എല്ലാ ചർച്ചിൻ്റെയും ഗോൾ എന്ന് പറയുന്നത്, ലക്ഷ്യം, പുതിയ കൺവേർട്സിനെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. എല്ലാ ശിഷ്യൻ്റെയും ലക്ഷ്യം യേശുക്രിസ്തുവിനെ പോലെയാകുക എന്നുള്ളതാണ്. നമ്മൾ ചിലരെയൊക്കെ അങ്ങ് വിടും, ഓ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ബ്രദറെ. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. ഗോഡ് വില്ലിംഗ് വിൽ സീ ദ ഈവനിങ്. ആ കുറിവാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 2-ാം അധ്യായം 47-ാം വാക്യം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 42-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ, അവർ എന്ന് പറഞ്ഞാൽ ഫ്രഷായി വചനം കേട്ട് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച ആളുകൾ, പാപബോധം വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകൾ, അവരാദ്യം ചെയ്യുന്നത് അപ്പോസ്തോലിക ടീച്ചിങ്സിന് സബ്മിറ്റ് ചെയ്തു. ടീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ സ്പിരിറ്റ് ഫിൽഡ് ചർച്ച്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാൻ മൈക്ക് കൈമാറുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
ക്രൂശിൻ്റെ വചനം പലർക്കും ഭോഷത്വമാണ്. പക്ഷേ ഇതിനകത്ത് ദൈവം കണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള നിങ്ങളോട് ചോദിക്കട്ടെ, പാസ്റ്റർ ആദ്യമായിട്ടാണ് ദാറ്റ് ജീസസ് പെയ്ഡ് ദ പ്രൈസ് ഓൺ ദ ക്രോസ്. എനിക്കിപ്പോഴത് മനസ്സിലായി. ഐ നെവർ ന്യൂ ദാറ്റ്. I want to believe in that sacrificial death of Christ എന്ന് ബോൾഡായിട്ട് പറയുവാൻ താല്പര്യമുള്ളവരുടെ കരം മാത്രം ഒന്ന് കാണട്ടെ. അവരുടെ കരം മാത്രം ഒന്ന് കാണട്ടെ. ഐ ഡോണ്ട് വോണ്ട് ടു സിൻ. വെറുതെ കരം പൊക്കല്ലേ. കരം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എനിക്ക് വാസ്തവത്തിൽ ഐ ആം എ സിന്നർ. എനിക്ക് അങ്ങനെ ഒരു ബോധം വന്നിട്ടില്ല. പക്ഷെ ടുഡേ ഐ റെക്കഗ്നൈസ് ഞാൻ ഒരു പാപിയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിന് ക്ലാരിറ്റി വന്നത്. എൻ്റെ പാപം കർത്താവ് എന്നോട് ക്ഷമിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ എൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു. ഇഫ് ദാറ്റ് ഈസ് യുവർ പ്രയർ, അങ്ങനെയുള്ളവർ മാത്രം കരവന്നുയർത്തിക്ക്. ഐ വാണ്ട് ടു പ്രേ ഫോർ യു. രക്ഷിക്കപ്പെടുവാനുള്ളവർ ഞാൻ പറയാം, ഉറപ്പായിട്ട് ഇതിനകത്ത് ആളുകളുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല. ഐ ഹാവ് ഗിവൺ യു ദ ഗോസ്പൽ. ഐ ഹാവ് ഗിവൺ യു ദ ഗോസ്പൽ. സ്വർഗീയ പിതാവേ, അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ ഹൃദയത്തിൽ മുറിപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതുപോലെ ഇതിനകത്ത് കർത്താവ് ചിലരെ കാണുന്നുണ്ടല്ലോ. വാസ്തവമായി പുറത്തെ ആത്മികതയല്ല, വാസ്തവമായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ എല്ലാവരെയും അവിടുത്തെ ആത്മാവ് നിർബന്ധിക്കണമേ. കർത്താവെ, ക്രിസ്തുവിങ്കിലേക്ക് ആത്മാർത്ഥമായി തിരിഞ്ഞവർ ദൈവവചന അടിസ്ഥാനത്തിൽ നിൽപ്പാൻ, അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കാൻ, ക്രിസ്തു കേന്ദ്രിതമായ പഠിപ്പിക്കലിൽ നിൽക്കുവാൻ ആത്മാവ് അവർക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചിനെ അനുഗ്രഹിക്കണമേ. പുതിയ ആത്മാക്കളെ കൊണ്ടുവരണമേ. അവരെ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കുവാൻ ഈ ദൈവസഭയ്ക്ക് കർത്താവ് പ്രത്യേകമായ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസനിലൂടെ പഥ്യമായ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രിയ ദേവദാസനിലൂടെ കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് ഒന്നും കൂടെ സമർപ്പിക്കാം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ വാസ്തവമായി ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? വാസ്തവമായ പാപബോധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പ്രിയ ദേവദാസനിലൂടെ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ഈ സഭയിൽ കേൾപ്പിച്ചുവല്ലോ. നമുക്ക് ആ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്ന എന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവരിയിൽ യാഗമായി നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധി കർത്താവിൻ്റെ മേലായി എന്ന് ജീവനിലേക്കുള്ള ഒരു പുതിയ വഴി കർത്താവിലൂടെ തുറന്നു എന്ന് നമുക്ക് വീണ്ടും കേൾക്കുവാൻ സഹായിച്ചുള്ള ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ആത്മനിറവുള്ള ദൈവസഭയുടെ വിവിധ പ്രത്യേകതകൾ പറ്റി പ്രിയ ദേവദാസനോട് കേൾക്കുവാൻ ഇടയാവില്ല. അവർ അപ്പോസ്തലന്മാരുടെ കീഴിൽ നിന്ന് ദൈവവചനം പഠിച്ചു. അവർ അതിനുവേണ്ടി ഡിവോട്ടഡ് ആയിരുന്നു. പഠിപ്പിക്കുവാൻ അപ്പോസ്തലന്മാർ ഡിവോട്ടഡ് ആയിരുന്നു. അതുപോലെ അവിടെ വിശ്വാസികൾ പഠിക്കുവാനും ഡിവോട്ടഡ് ആയിരുന്നു എന്ന് കേൾക്കുവാൻ ഇടയായല്ലോ. നമുക്ക് ഈ ദിവസങ്ങളിൽ അധികമായി ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനത്തെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അത് മനസ്സിലാക്കുവാൻ ആവശ്യമായ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിച്ച പാസ്റ്റർ എ ബി അയിരൂർ അവറുകളോട് പ്രിയ ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിനെ വൈകുന്നേരം വളരെ ശക്തിയായിട്ട് കർത്താവ് എടുത്തുപയോഗിക്കട്ടെ. പ്രിയ ദേവദാസിൻ്റെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നോബൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നോബൽ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്. പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവങ്ങൾക്കായി സ്തോത്രം. പ്രത്യേക കർത്താവ് ഇന്ന് പകൽക്കാലം അഭിഷേകത്തിൽ കൂടി കേൾപ്പിച്ച നല്ല പഥ്യവചനങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശബരിയിലും
ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് ഹല്ലേലൂയ പ്രാരംഭമായി ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവേ. അതിന് പ്രകാരം കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ഒരു ക്രിസ്തു സെന്റർഡ് ആയിട്ടുള്ള ജീവൻ നയിപ്പാൻ, ക്രിസ്തു ഞങ്ങളിലും ഞങ്ങൾ ക്രിസ്തുവിലും എന്നുള്ള ആത്മാനുഭവത്തിലായിരിക്കാൻ കർത്താവെ പ്രത്യേകം കേൾപ്പിച്ച വചനം അത് ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയകൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ. അഭിഷേകത്തിന് ശക്തിയോട് നിർത്തിയല്ലോ. ഞങ്ങൾ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ആശ്വാസവും ദൈവത്തിന്റെ വചനം അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ആരും ചതിക്കുഴിയിൽ പെട്ടുവാനിടവരാതെ പത്യവചനത്തിൽ ഉറച്ചു നിൽപ്പാൻ, ഹല്ലേലൂയ, ഭക്തിയോട് ജീവിപ്പാനുള്ള കൃപ എല്ലാവർക്കും നൽകി സഹായിക്കും. കൃപയിൽ മറയ്ക്കും. ഞങ്ങളുടെ മടക്ക യാത്രയും കർത്താവിന്റെ കൃപ ഇരിക്കണമേ. രാത്രികാലത്തെ സെക്ഷനിൽ കർത്താവിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കും. അനേകർ കടന്നു വന്ന ദൈവത്തിനും കേൾപ്പാൻ, ഈ പത്യവചനം കേൾപ്പാൻ കർത്താവ് കൃപ കൊടുക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. അവരെയും കൃപയിൽ മറയ്ക്കും. സകലവും മാനവും മഹത്വത്തോടെ നേടുക്കും. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. വൈകുന്നേരം കൃത്യം 6:30 തന്നെ യോഗം ആരംഭിക്കുന്നതായിരിക്കും. വൈകുന്നേരത്തെ സെഷനിലും പാസ്റ്റർ എ ബി അയിരൂർ അവറുകൾ ദൈവവചനം പ്രസംഗിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.